ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവവചനത്തിലേക്ക് പോകണം. ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല. ഇതെന്ത് ചെയ്യും? ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ അങ്ങ് കീറും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് ചെക്കപ്പ് നമുക്കൊന്ന് നടത്തണം. ഒരു ഹൃദയ സംബന്ധിയായ ഒരു ചെക്കപ്പ് നമുക്കിന്ന് രാവിലെ വചനത്തിലൂടെ നമുക്കൊന്ന് പോകാം. നമുക്കറിയാം, ഒരിക്കലും ഒരു രാജാവിന് പെട്ടെന്നൊരു പ്രവാചകനെ കഴിച്ച് ദൈവം പറഞ്ഞു, നീ മരിച്ചു പോവും, നിൻ്റെ ഗ്രഹകാര്യമെല്ലാം എന്ത് ചെയ്തേക്കണം, ക്രമത്തിലാക്കണം, പുട്ട് യുവർ ഹൗസ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞു. അദ്ദേഹം കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് ദൈവം പറഞ്ഞു, ഓക്കെ ശരി, നീട്ടിത്തന്നിരിക്കുന്നു. അപ്പം അദ്ദേഹം യെശയ്യാവിൻ്റെ പുസ്തകം 38 അധ്യായം, ഐസയ ചാപ്റ്റർ 38, യെശയ്യാവ് 38 അധ്യായത്തിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ചാൽ, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിലെറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം ഇപ്പോഴീ യെശയ്യാവിന് ഭയങ്കര നന്ദിയാണ്, ദൈവത്തോട് ഭയങ്കര നന്ദിയാണ് അല്ലേ. അദ്ദേഹം പറയും, ഞാൻ ദൈവസന്നിധി വന്ന് നിലവിളിച്ച് കരഞ്ഞപ്പം എന്നോട് കരുണ ചെയ്ത് അല്ലേ, എന്നെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് നീ എൻ്റെ പാവങ്ങളൊക്കെ ക്ഷമിച്ച് നീ എന്നെ എന്ത് ചെയ്തു, എനിക്ക് നീ ഒരു പുനർജന്മം തന്നപോലെയാണ്. അതിൻ്റെ 15 വാക്യം തൊട്ട് 2 വാക്യം മുന്നിൽ വായിച്ചാൽ, അപ്പം ഞാൻ എന്തു പറയേണ്ടു, അവൻ എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചുമിരിക്കുന്നു, എൻ്റെ മനോവ്യസന ഹേതുവായി ഞാൻ എൻ്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു, ദൈവം എനിക്കൊരു വാർണിംഗ് തന്നു, പക്ഷേ ഞാൻ ചെന്ന് കരഞ്ഞപ്പം ദൈവം എനിക്ക് ആയുസ് കൂട്ടി തന്നു, അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇംഗ്ലീഷിൽ ഐ ഷാൽ വാക്ക് കെയർഫുള്ളി അല്ലെങ്കിൽ സോഫ്റ്റ്ലി ഓൾ മൈ ഇയേഴ്സ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ ആയുസ് ഞാൻ വളരെ സാവധാനതയോടെ, വളരെ സോഫ്റ്റായിട്ട്, വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ജീവിക്കും. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമുക്കും ആയുസ്സൊക്കെ നീട്ടിത്തരുന്നു. നമ്മൾ പലരും ഇതിനോടകം ഈ ഭൂമി വിട്ട് കടന്നു പോകേണ്ടിയവരൊക്കെ ആയിരുന്നിരിക്കാം അല്ലേ. പക്ഷേ കരുണയോടെ ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തന്നുവെങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ എങ്ങനെ ജീവിക്കണം? സാവധാനതയോടെ. വി ഹാവ് ടു വാക്ക് ഹംബ്ലി ആൻഡ് കെയർഫുള്ളി ആൻഡ് സോഫ്റ്റ്ലി. ആ ഒരു ചിന്തയിൽ വേണം നമ്മളിനി മുന്നോട്ട് ജീവിക്കാൻ, പ്രിയപ്പെട്ടവർ. ഇത് ഞാൻ ആമുഖമായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഹാർട്ട് എന്ന വാക്ക് ഗ്രീക്കിൽ കാർഡിയ എന്നൊരു വാക്ക്, അതിൽ നിന്നാണ് കാർഡിയോളജിയും കാർഡിയോഗ്രാമും എല്ലാം വന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഞാനീ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ ഓർഗൻ, ഹാർട്ട് എന്നുള്ള ഒരു പമ്പ് ചെയ്യുന്നൊരു യന്ത്രം, അതിനെയാണ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നത്. ഈ ഹാർട്ട് ഒരു പക്ഷേ നമ്മൾ സൂക്ഷിക്കാതെയോ ഒക്കെ അങ്ങ് ഫെയിലായാലും കൂടിപ്പോയ എന്ത് ചെയ്യും? തട്ടിപ്പോവും, അത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലൊരു മരണം സംഭവിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്ന ഹാർട്ട് ഈ ഒരു ഓർഗൻ എന്ന ഹാർട്ടല്ല, എൻ്റെ ഇന്നർ മാനെ മൊത്തത്തിലാണ് എന്നെ ഹാർട്ടെന്ന് പറഞ്ഞത്. ആ ഹാർട്ട് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നം ശരീരത്തിനല്ല മരണം സംഭവിക്കുന്നത്, എൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിക്കാം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ സകല ജാഗ്രതയോടുകൂടെ ഞാൻ കരുതിക്കൊള്ളേണ്ടതാകുന്നു എന്നുള്ളൊരു ദൈവവചനമാണ് ഇന്ന് രാവിലെ സംസാരിക്കുവാനായിട്ട് ദൈവം എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നത്. ഞാനിതിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുങ്ങുകയും പ്രിപ്പയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നിൻ്റെ അടുത്ത് ഈ ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച 2 ചെറിയ കൂട്ടങ്ങളിൽ ഞാൻ ഇതേ വചനം സംസാരിച്ചു. അത് ഒരു ഉറപ്പിന് വേണ്ടിയാണ്. ഇത് തന്നെയാണ് ദൈവാത്മാവ് സഭയോട് സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായവർക്കറിയാം, പലപ്പോഴും പറയാറുണ്ട് അവർക്ക് ഈ ഹൈ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈ BP ഒക്കെ ഉണ്ടെങ്കിലാണ് അവർക്ക് ഇത് വരുന്നതെന്ന് നമ്മൾ പറയും. പക്ഷേ ചില ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അറിയാം അവർക്ക് ഡയബറ്റീസും ഇല്ല, BP ഇല്ല. അപ്പോൾ പിന്നെ എന്ത് വരുന്ന പ്രശ്നം? രക്തധമനികളിൽ എന്ത് ചെയ്തു? ഹൃദയധമനികളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞ്, അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊഴുപ്പെന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് ഡോക്ടേഴ്സ് പറയും കൊളസ്ട്രോൾ എന്ന്. പക്ഷേ നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചാൽ, ഒരു ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 32:15 യെശൂരു എന്നൊരു പാദം ഇസ്രായേലിനെ പറ്റി വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ആവർത്തന പുസ്തകം 32:15 ആവർത്തനം
32:15 യെശൂരൂനോ പുഷ്ടി വെച്ച് ഉതച്ചു, നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവർ ത്യജിച്ച് തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പറ്റിയ യഹോവയായ ദൈവം പറയുന്നത്, നിനക്ക് എന്തു പറ്റി? പുഷ്ടി വെച്ചിട്ട് എന്ത് ചെയ്തു? യു ഗ്രൂ ഫാറ്റ് ആൻഡ് കിക്ഡ്, യു ഗ്രൂ ഫാറ്റ്, യു ഗ്രൂ തിക്ക്, യു വർ കവേർഡ് വിത്ത് ഫാറ്റ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലും ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കേട്ടൊരു വാക്ക്, എൻ്റെ അരഗൻസ്, എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രൈഡ്, എൻ്റെ നിഗളവും എൻ്റെ അഹങ്കാരവും, ഇതുമൊക്കെ എൻ്റെ ഹൃദയത്തിൽ കയറി അങ്ങ് അടിഞ്ഞാലുള്ള കുഴപ്പം, ഇത് നമ്മുടെ രക്തധമനികളെ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? അത് ബ്ലോക്ക് ചെയ്യും, അല്ലേ? അവിടെ അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 69-70, 119 സങ്കീർത്തനം 69-70 അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവവചനം, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വചനം, ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന വചനം നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു, അതെവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അതിൽ നിന്നൂടെയുള്ള അതിൻ്റെ ഫലം പുറപ്പെടുവിച്ച് വരുന്നത്. അതുകൊണ്ടാണ് വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 8-15 ലൂക്കോസ് 8:15 നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്. ഇവൻ നിങ്ങൾ കേൾക്കുന്ന വചനമാണ്, അല്ലേ? ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ സ്റ്റോർ ചെയ്യണം. എവിടെ സ്റ്റോർ ചെയ്യണമെന്നാണ്? നിങ്ങൾ പലരും നോട്ട് എഴുതും, നിങ്ങളുടെ നോട്ട് ബുക്കിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി നോട്ട് എഴുതിയില്ലെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്യും. പക്ഷെ ബൈബിളിൽ പറയുന്നത് നോട്ട് ബുക്കിലും അല്ല സ്റ്റോർ ചെയ്യേണ്ടത്, ഇവിടെയല്ല സ്റ്റോർ ചെയ്യേണ്ടത്. എവിടെയാണ്? നല്ല ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അവിടെ ക്വാളിറ്റി, ഹൃദയം നല്ലതായിരിക്കണം. ഹൃദയം നല്ലതല്ലെങ്കിൽ അവിടെ ഇത് സ്റ്റോർ ആവത്തില്ല. അങ്ങനെ സ്റ്റോർ ആയാൽ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഈ കേൾക്കുന്ന വചനം നല്ല ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് സംഗ്രഹിച്ചാൽ അത് അവിടെ കിടന്നതും മുളയ്ക്കും, അല്ലേ? വളരുമ്പോൾ അത് പുറത്തേക്ക് വരും. ഒരു വിത്താണെങ്കിലും അങ്ങനെയല്ലേ, ഒരു മണ്ണിലേക്ക് ഇടുമ്പം അതങ്ങ് പോവും, കുറച്ച് നാളത്തേക്ക് അനക്കമില്ല, അല്ലേ? ക്ഷമയോടെ നല്ല മണ്ണിലാണ് വിതച്ചെങ്കിൽ കുറേ കഴിയുമ്പം ഒരു മുള വരും, ഒരു നല്ല ഫലം ഒടുവിൽ നമുക്കുണ്ടാകും. ഇതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ വചനം കേൾക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കുകയാണ്. അത് വി ഹിയർ എ ലോട്ട് ഓഫ് സെർമൻസ്, ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പ്രസംഗങ്ങളെല്ലാം നമ്മുടെ ഇവിടെ സ്റ്റോർ ചെയ്ത് അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ പുൽപ്പിറ്റിൽ നിന്ന് തന്നെ എന്തുമാത്രം പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ഞായറാഴ്ച നമ്മൾ പ്രസംഗം കേൾക്കുന്നു. ഈ കേൾക്കുന്ന പ്രസംഗത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ പോലെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നു, പക്ഷേ ഞാൻ പറയട്ടെ, ഇറ്റ്സ് നോട്ട് ദ അബണ്ടൻസ് ഓഫ് സെർമൻസ് വിച്ച് വി ഹിയർ, ഇറ്റ്സ് ദ വോയിസ് ഓഫ് ഗോഡ് വിച്ച് വി ഹിയർ. എന്താണ്? പ്രസംഗങ്ങളല്ല, ദൈവശബ്ദമാണ് കേൾക്കേണ്ടത്. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവവചനത്തിലേക്ക് പോകണം. പോയി ഇത് തുറന്ന് വായിക്കണം, ഇത് ധ്യാനിക്കണം. അപ്പോഴാണ് ഈ വചനം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസംഗങ്ങൾ കേട്ടോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രസംഗങ്ങളല്ല കാര്യം. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവശബ്ദം ദൈവവചനത്തിലൂടെ കേൾക്കണം. അത് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് നമ്മുടെ പ്രശ്നം, വി ഡോണ്ട് ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. ഇൻസ്റ്റെഡ് വി ഹിയർ എ ലോട്ട് ഓഫ് സെർമൻസ്. ഇഷ്ടം പോലെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് പ്രസംഗങ്ങളൊക്കെ, അല്ലേ? പക്ഷേ ഇത് പ്രസംഗങ്ങളുടെ ഒരു അതിപ്രസരമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. ആ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അത് സെർമൻസിലൂടെ ആവണമെന്നില്ല. അത് ഞാൻ നേരിട്ട് പോയി എന്ത് ചെയ്യണം? ഞാനിത് തുറന്ന് എടുത്ത് ഭക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? അത് നമ്മൾ ആദ്യമേ, ഞാനൊരു തിരുത്തുപോലെ ഞാൻ ആദ്യമേ അങ്ങ് പറയാം. നമുക്കൊക്കെ ഇന്നൊരു ഫാസ്റ്റ് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്, എല്ലാം പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വേണം. ആ കൂട്ടത്തിൽ പ്രസംഗങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് അങ്ങ് ഉണ്ട്, അതായി പ്രശ്നം. പക്ഷേ പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ടൊന്നും പ്രസംഗം കിട്ടത്തില്ല. അവനവൻ ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം വായിച്ച് അവനവൻ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേട്ടാണ് അവനവൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ കേൾക്കുന്ന വചനം എന്നെ നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഇവിടെ ഈ ഇന്നത്തെ പ്രശ്നം, വി ആർ ഓവർ ഫെഡ് വിത്ത് സെർമൻസ്. അതുകൊണ്ട് സിമ്പിൾ ഒബീഡിയൻസ് ടു ദ വോയിസ് ഓഫ് ഗോഡ്
ഡിസപ്പിയേഴ്സ്. അല്ലേ? ഇറ്റ്സ് സിമ്പിൾ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഇപ്പം ദൈവവചനം കേട്ടു, അതിനോട് സിമ്പിളായിട്ട് നമുക്ക് ഒബേ ചെയ്യാൻ കഴിയുന്നില്ല. പ്രശ്നം, നമ്മൾ ഈ ഓവർ ഫെഡ് സെർമൻസ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ കേട്ടു, യൂണിറ്റിയെ പറ്റി കേട്ടു, അല്ലേ? അത് സിമ്പിളായിട്ട് ഒബേ ചെയ്യാൻ പറ്റുന്നു. ദൈവം സഭയിൽ ദൈവമാണ് ഓരോ അംഗങ്ങളെ അവയവങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടു. അതങ്ങനെ നമുക്കെടുത്ത് സിമ്പിളായിട്ട് അങ്ങ് ഒബേ ചെയ്യാൻ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ ഉടനെ അതിൻ്റെ തിയോളജി, അതിൻ്റെ ഗ്രീക്ക്, അതിൻ്റെ ഹീബ്രു ഇതെല്ലാം തപ്പിക്കൊണ്ട് നടക്കുക, അല്ലേ? അതല്ല അത് ഇനി പ്രശ്നം, ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പാസ്റ്റർ സാം പ്രസംഗിച്ചു, ഒരു സഹോദരി പ്രസംഗിച്ചു, ഒരു സഹോദരി പ്രസംഗിച്ചു. പക്ഷേ നിങ്ങൾ ദൈവവചനം തുറന്നങ്ങ് വായിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. അതിനിടയ്ക്ക് മീഡിയേറ്റേഴ്സ് ഒന്നുമില്ല, അല്ലേ? ഒരു ആമയും പറയാമോ അതിന്? അങ്ങനെ ഒരു ശീലം നമുക്ക് വരണം, അല്ലേ? ദൈവത്തിന് സ്തോത്രം. വചനം പ്രസംഗിക്കാനൊക്കെ ദൈവം ആക്കിയിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. പക്ഷേ അതിനെക്കാട്ടിലും ആവശ്യം നാം ഓരോരുത്തരും വ്യക്തിപരമായി വ്യക്തമായി ദൈവവചനം തുറന്ന് ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നവരായിത്തീരണം. ഇത് ഞാൻ ഒന്നുകൂടെ അടി ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ. ഇനിയുള്ള അന്ത്യകാലങ്ങളിൽ, ഇനിയുള്ള കാലത്ത് നമ്മൾ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം വലിയ പ്രയാസത്തിലേക്ക് ചെന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെയാണ് ശരിക്കും ഈ ഹൃദയത്തെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഒരു വാക്യം വായിക്കാം, ഇതൊരു കുറിവാക്യമായിട്ട് നിങ്ങളെടുത്തോ. സദൃശവാക്യങ്ങൾ 4:23, Proverbs chapter 4:23, Proverbs 4:23. നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്, അല്ലേ? ഇഷ്യൂസ് ഓഫ് ലൈഫ് സ്പ്രിങ് ഔട്ട് ഈ ഹൃദയത്തിൽ നിന്ന്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കീപ്പ് ഇറ്റ് വിത്ത് ഓൾ ഡിലിജൻസ്. ഇന്ന് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഡോക്ടർ പറയും, കാർഡിയോളജിസ്റ്റ് പറയും, വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹൃദയം ചെറിയൊരു പ്രശ്നമുണ്ട്, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദവാക്യം പോലെ ദൈവത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മൾ ആ ഡോക്ടറെ അനുസരിക്കും. പക്ഷേ ഇന്ന് ഡോക്ടറല്ല ഇത് പറയുന്നത്, ദൈവവചനം പറയുന്നു ഹൃദയം വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. കാര്യം അവിടെ നിന്നാണ് ജീവൻ, അതാണ് ജീവൻ്റെ ഉറവ, അല്ലേ? ലൈഫ് ഫ്ലോ ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഹൃദയത്തിൽ നിന്നാണ് അത് ഫ്ലോ ഔട്ട് ചെയ്യേണ്ടത്. വിച്ച് ഇസ് ദ സാഡസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ? ഈ ബൈബിളിലെ ഏറ്റവും സാഡസ്റ്റ് വേഴ്സ് ഏതാ? സമയക്കുറവോട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ഏറ്റവും ദുഃഖകരമായ ഒരു വാക്യം, സത്യം പറഞ്ഞാൽ സങ്കടമുള്ളൊരു വാക്യം ഏതാ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയുന്നത്? സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും, ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഉൽപ്പത്തി പുസ്തകം 6:6, ജെനിസിസ് ചാപ്റ്റർ 6:6. അതൊരു സാഡസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ എന്ന് പറയും. എന്താണെന്നറിയാമോ? ദ ലോർഡ് വാസ് സോറി ദാറ്റ് ഹി മെയ്ഡ് മാൻ ഓൺ ദി എർത്ത് ആൻഡ് ഹി വാസ് ഗ്രീവ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയം നൊന്തു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. 5 അധ്യായമേ ആയുള്ളൂ വേദപുസ്തകത്തിൽ തുടങ്ങി ഉൽപ്പത്തി തൊട്ട്. 5 അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുക, ഞാൻ എന്തിനാണോ ഇവനെ ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിതാവായ ദൈവം 6-ാം അധ്യായം എത്തിയപ്പം പറയുക, ഞാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു. എന്തിനാ അങ്ങനെ ദുഃഖിക്കാൻ കാര്യം? ആദാം ഹവ്വയും പാപം ചെയ്ത കാര്യം മാത്രമല്ല, 5 അധ്യായം കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അന്ന് ലോകം ഉൽപ്പത്തി കഴിഞ്ഞിട്ട് എത്ര സമയമായി? മനുഷ്യൻ്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് എത്ര സമയമായി? അതിനകത്ത് ദൈവത്തിന് മതിയായി. ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് എൻ്റെ കർത്താവ് എന്തായിരിക്കും പറയുന്നത്? മോനെ മോളെ, ഞാൻ ദുഃഖിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ വേർതിരിച്ചതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ. എന്നെ നിങ്ങളെ നോക്കി എൻ്റെ കർത്താവ് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻ്റ് കാണും പറയുമോ പ്രിയപ്പെട്ടവരെ? അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ കുഴപ്പം എന്താ? 3-4 വാക്യം നമുക്ക് സദൃശവാക്യം നോക്കിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. സദൃശവാക്യം 6-ാം അധ്യായം 18-19 വാക്യം. Proverbs 6:18. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. കേട്ടോ, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. വിക്കഡ് ഇമാജിനേഷൻസ് എന്നാണ് ഒരു തർജ്ജമ. വിക്കഡ് ഇമാജിനേഷൻസാണ്, പക്ഷെ അത് വിക്കഡാണ്. അതാദ്യം തുടങ്ങുന്നത് എവിടാ?
ഹൃദയത്തിലാണ്. നല്ലവണ്ണം ഓർക്കണം, പാപം പുറത്ത് നമ്മൾ ചെയ്യുമ്പോഴേ അത് റെക്കോർഡാവുന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പേ ഇതെവിടെ വന്നു? ഗർഭം ധരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞ് പുറത്ത് വരുമ്പോഴേ നമ്മൾ കുഞ്ഞിനെ കാണുന്നത്, ആണോ പെണ്ണോ എന്നൊക്കെ കാണുന്നത് പിന്നെ. പക്ഷേ ഈ കുഞ്ഞകത്ത് ഗർഭം ധരിക്കുമ്പോഴേ കുഞ്ഞകത്തുണ്ട്, ആ ജീവനകത്തുണ്ട്. ഇതുപോലെ പാപമകത്ത് ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കും. പുറത്ത് വരുമ്പോഴേ എല്ലാവരും കാണുന്നു, പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എവിടെയായിരുന്നു? ഹൃദയത്തിലാണ്. അവിടെ നോക്കിയേ, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. അടുത്തത് സദൃശവാക്യം 12:20. സദൃശവാക്യം 12:20. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. നല്ലവണ്ണം ഓർക്കണം, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ചതിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദോഷം നിരൂപിക്കും. എന്ത് ക്ലിയറാണെന്നുള്ളത് ആലോചിക്കുക. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ വാക്യങ്ങളാണ്ട് അതിന് ഗൗരവക്കുറവൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും ചേർന്നത് തന്നെയാണ്, അല്ലേ? നമ്മുടെ ഈ അധരത്തിൻ്റെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും പോലെയാണ്. അത് അപ്പർ ലിപ്പും ലോവർ ലിപ്പും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ അധരം എന്ന് പറയുന്നത്. അതുപോലെ പഴയ നിയമവും പുതിയ നിയമവും ചേരുന്നതാണ് ദൈവവചനം, അതിനൊരു സംശയം വേണ്ട. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. അതേസമയം സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. സമാധാനമാണോ നമ്മളിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്കൊരു സന്തോഷം കാണും. അല്ല, ഈ പറഞ്ഞ പോലെ ദോഷമാണ് നിരൂപിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ചതിവുണ്ടെന്നർത്ഥം. അടുത്തത് 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, അതിൻ്റെ തന്നെ 23. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. അവിടെ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന വാക്ക് ഹൃദയം എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഇത് സീറ്റ് ചെയ്തിരിക്കുന്ന ഇവിടാണ്, അല്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തുടക്കം ഇവിടെയാണ്. ഭോഷത്വം ഹൃദയത്തിൽ, ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, അതിനെ വടി കൊണ്ട് അടിച്ചു മാറ്റണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഫോളി, അല്ലേ? ഭോഷത്വമുണ്ട്. ഇനി ബാലൻ്റെ മാത്രമല്ല, ഈ വചനപ്രകാരം നമ്മുടെ എല്ലാ ഉള്ളിൽ അല്പം എന്തുണ്ട്? ഈ ഭോഷത്വമെങ്കിൽ അകത്ത് കിടന്നാൽ കുഴപ്പമില്ല, ഇതങ്ങ് പ്രസിദ്ധവും കൂടെ ആകും. നമ്മുടെയൊക്കെ വാ തുറന്നാൽ ചില നേരം നമുക്ക് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും എന്തൊരു പൊട്ടത്തരമായി പറയുന്നത്, ഇതേനേ വാക്യം പറഞ്ഞ്, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പം ഭോഷത്വമായിരിക്കും പറയുന്നത്. അത് എവിടെ നിന്നാണ് വന്നേ? അപ്പോഴങ്ങ് വന്നതല്ല, ഹൃദയത്തിൽ ഈ ഭോഷത്വം ഇരിപ്പുണ്ട്, അല്ലേ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഫ്രീ ചെക്കപ്പ് ദൈവാനുഭവത്തിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ഒരു ഫ്രീ കാർഡിയാക് ചെക്കപ്പാണ് ഇപ്പം നടക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഭോഷത്വം ഉണ്ടോ? അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലോട്ട് വായിച്ചേ, 14:10. അവിടെ ഇരിക്കുന്നത് ഹാർട്ട് നോവത്ത് ഇറ്റ്സ് ഓൺ ബിറ്റർനെസ്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അതിൻ്റെ അർത്ഥം സ്വന്തം ദുഃഖം എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ അത് ബിറ്റർനെസ് എന്നാണ്. എൻ്റെ ഹൃദയത്തിൽ, നമ്മൾ മെഡിക്കൽ സയൻസ് അറിയാവുന്നവർക്കറിയാം, ഹൃദയത്തിന് ഒത്തിരി ചേമ്പേഴ്സ് ഉണ്ട്, അല്ലേ? അറകളുണ്ട്. ഈ അറകളിലൊക്കെ എന്തിരിക്കുന്നു എന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത്? ഭോഷത്വം ഇരിക്കുന്നു, ചതിവിരിക്കുന്നു, ദുരുപായം ഇരിക്കുന്നു. ഇപ്പം നാട്ട് എന്തിരിക്കുന്നു? ബിറ്റർനെസ് ഇരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ, ബിറ്റർനെസ്. അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെ ഒരു വാക്യമുണ്ട്, 14:14. ബാക്ക് സ്ലൈഡിങ്, ഈ പിന്മാറ്റം. പിന്മാറ്റം എവിടെയാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? ഇപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ച കണ്ടു, അടുത്ത 3-4 ആഴ്ച ഇങ്ങോട്ട് കാണുന്നില്ല. എൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നമ്മൾ പറയും ആ പുള്ളി ഇച്ചിരി പിന്മാറ്റത്തിലാണ്. ഈ പിന്മാറ്റം ചർച്ചിൽ വരാത്തപ്പോഴല്ല തുടങ്ങുന്നത്. ഞാനിപ്പം പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ടല്ല പിന്മാറ്റം. ഞാനിപ്പോൾ ബൈബിൾ വായിക്കുന്നില്ല, അതല്ല പിന്മാറ്റം. പിന്മാറ്റം എവിടെ തുടങ്ങുന്നു? ഹൃദയത്തിൻ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. അത് ഇംഗ്ലീഷിൽ എ ബാക്ക് സ്ലൈഡർ ഇൻ ഹാർട്ട്. കണ്ടോ, ബാക്ക് സ്ലൈഡിങ് എവിടെ തുടങ്ങുന്നത്? ഹാർട്ട്. ചിലപ്പോൾ ഞായറാഴ്ച ചിലരെ കണ്ടില്ലേ നമ്മൾ ചോദിക്കും, അല്ലേ? ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് പാസ്റ്റർമാരൊക്കെ വിളിച്ചിട്ട് എന്തു പറ്റി? കണ്ടില്ലല്ലോ. വന്നില്ല എന്നേ ഉള്ളൂ. എന്താ വരാത്തതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ വളരെ ഇതായിട്ട് കണ്ടില്ലല്ലോ, ഉടനെ എന്താണ് ഉത്തരം? വന്നില്ല എന്നേ ഉള്ളൂ. വന്നില്ല എന്നേ ഉള്ളൂ. അവിടെ 10 മണിക്ക് കിംസിൽ കാർഡിയോളജിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നേഴ്സ് വിളിക്കുക, ഹലോ നിങ്ങളല്ലേ, എന്തു പറ്റി? വന്നില്ല എന്നേ ഉള്ളൂ. പറയുമോ? നിങ്ങൾ 600 രൂപ നേരത്തെ മുൻകൂർ അടച്ചവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയുമോ? ഇല്ല. കണ്ടോ, അപ്പം പിന്മാറ്റം എവിടാ? ദൈവസന്നിധിയിൽ നിന്നാണ് നമുക്ക് പിന്മാറ്റം, അല്ലേ? പക്ഷേ ഇത് എവിടാ പിന്മാറ്റം തുടങ്ങിയത്? ഹൃദയത്തിലാണ് പിന്മാറ്റം. ഇന്ന് ഹൃദയത്തിൽ പിന്മാറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബൈബിളിൽ വേറൊരു നല്ല വാക്യമുണ്ട്, ഞാൻ അവൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഇന്ന് ആ പിന്മാറ്റത്തെ എവിടെയെങ്കിലും ഞാൻ ബാക്ക് സ്ലൈഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ഐ എം ഹിയർ ടു ഹീൽ യു സൺ, ഐ എം ഹിയർ ടു ഹീൽ യു ഡോട്ടർ. എൻ്റെ മോനെ, ഞാൻ നിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഞാൻ സൗഖ്യമാക്കാം, അല്ലേ? ആ സൗഖ്യം, ആ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ ഓർത്തോണം.
അടുത്തത് 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇത്രയും വാക്യം ഹൃദയത്തെപ്പറ്റി ഉണ്ടോ നിങ്ങൾ ചിന്തിക്കും, അല്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, എവ്രി വൺ ദാറ്റ് ഈസ് പ്രൗഡ് ഇൻ ഹാർട്ട് ഈസ് എൻ അബോമിനേഷൻ ടു ജഹോവ. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് ഗർവമുള്ള, ഹൃദയത്തിൽ ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. പ്രൈഡ് ഒരു വലിയ പ്രശ്നമാണ്, അല്ലേ? അതിൻ്റെ കൂടെ പോകുന്ന വേറൊരു വാക്ക് വേണേൽ പറയാം, ഈഗോ. ബൈബിളിൽ ആ വാക്കില്ല, പക്ഷേ ഈഗോ എന്നുള്ളൊരു വലിയ വിഷയമാണ്. നമുക്കെല്ലാം ഈഗോ, ഈ പറഞ്ഞ എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് പ്രിയപ്പെട്ടത്. നമുക്കെല്ലാം ഈ ആദാമിൽ നിന്ന് കിട്ടിയ ഒരു നേച്ചറാണ് ഈഗോ, പ്രൈഡ് എന്നൊക്കെ പറഞ്ഞത്. ഇതെവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിലൊരു ചേമ്പറിൽ അത് ഇരിക്കുക. ഇനി അടുത്ത 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതെന്താണ്? നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു. നമുക്കൊരു നാശം വരാനാണ് സാധ്യതയെങ്കിൽ അതിനു മുമ്പേ ഒരു ലക്ഷണമുണ്ട്. ഭൂമി കുലുക്കം വരുന്നതിന് മുമ്പേ പട്ടികൾ ഓളിയിടുമെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് അതെന്താ കാണിക്കുന്നത്? സുനാമിയൊക്കെ വരുന്നതിന് മുമ്പ് മൃഗങ്ങൾ ചില ഇത് കാണിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കൊരു നാശമാണ് വരാൻ പോകുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ കാണിക്കുന്നൊരു സാധനമുണ്ട്. എന്താണ്? ഒരു നിഗളം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് അത് ഞാൻ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലൊക്കെ ഞാൻ കാണിക്കാൻ തുടങ്ങിയാൽ ഓർത്തോണം, എഴുതി വെച്ചോണം. എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്? മാനത്തിന് മുമ്പേ താഴ്മ. എനിക്ക് മാനം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാനം വരും. പക്ഷേ ആ മാനത്തിന് മുമ്പേ ഞാൻ എന്ത് കാണിക്കും? താഴ്മ കാണിക്കും. ഞാൻ നിഗളമാണ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന നാശം. ഞാൻ താഴ്മയാണ് കാണിക്കുന്നതെങ്കിൽ എന്താ വരാൻ പോകുന്നത്? ദൈവം എന്നെ മാനിക്കാൻ പോവുക. ഇത് ഓർത്തോണം പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും നമുക്കിത് ഓർക്കാം. കർത്താവേ, നീ എന്നെ മാനിക്കുമെങ്കിൽ ഞാൻ താഴ്മയോടിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരിക്കലും നിഗളിക്കുവാൻ അനുവദിക്കരുതേ. എൻ്റെ ഹൃദയത്തിൽ ആ നിഗളം വരാനിടയാകരുതേ. അത് ECGയിലും കാണത്തില്ല, എക്കോയിലും കാണത്തില്ല. ഇനി ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയാലും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഒരു ഡോക്ടറും എത്ര വലിയ കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഒന്നും കണ്ടുപിടിക്കാനുള്ള സമ്പ്രദായം അവരുടെ ഇല്ല. പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു സ്കാനിങ് മെഷീനുണ്ട്, അത് ദൈവവചനം. അതിലേക്ക് ഞാൻ വരാം. ശരി, 19-ാം വാക്യത്തിൻ്റെ 3-ാം വാക്യം, 19-3 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ്റെ ഭോഷത്വം അവൻ്റെ വഴിയെ മറിച്ച് കളയുന്നു, അവൻ്റെ ഹൃദയമോ കണ്ടോ ആരോട് മുഷിഞ്ഞു പോകുന്നു? യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. ആൻഡ് ഹിസ് ഹാർട്ട് ഫ്രെറ്റത്ത് അഗൈൻസ്റ്റ് ഗോഡ് എന്നാണ്. ഫ്രെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞത് റേജ് എന്നൊരു വാക്കാണ്. ഇതും കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഇനി അടുത്തത് 23-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. 23-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഈ സദൃശവാക്യങ്ങളൊക്കെ എത്ര പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിളിൽ ദൈവം വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ യേശുവിലേക്ക് വരാം, ശിഷ്യന്മാരിലേക്കും വരാം. അപ്പം അവിടെ 23-17 എന്താണ്? നിൻ്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ എന്തു പറ്റും? അസൂയ വരാം. പാപികളോട് മാത്രമല്ല, നമുക്കെല്ലാം അന്യോന്യം അസൂയ വരാം. പക്ഷേ അസൂയ വരുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ അസൂയപ്പെടരുത്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ദോഷകരമായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ? ഉറവിടം എവിടെ? ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് യേശു വന്നപ്പം മത്തായി 15-ന്റെ 18-ഉം 19-ഉം വായിച്ചാട്ട് ഇത്രയും നേരം നമ്മൾ സദൃശവാക്യമൊക്കെയല്ലേ നോക്കിയത്. പുതിയ നിയമത്തിലേക്ക് വന്ന് കർത്താവായ യേശു എന്താ പറഞ്ഞത് നമുക്കൊന്ന് വായിക്കാം. മത്തായി 15-ന്റെ 18-ഉം 19-ഉം, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ വായിലൂടെ വരുന്ന ഓരോ വാക്കും എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ്, തലേന്നല്ല. നമ്മൾ പലപ്പോഴും വിരിക്കും എൻ്റെ അറിവിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ഓർമ്മയിൽ നിന്ന്, എൻ്റെ ബുദ്ധിയിൽ നിന്ന് എന്നൊക്കെ പറയും. പക്ഷേ ബൈബിൾ പറയുന്നത് വായിലൂടെ വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിലുള്ളതേ വായിലൂടെ വരൂ. ഇത് നമ്മൾ നല്ലോണം ഓർക്കണം. വാട്ട് കംസ് ത്രൂ മൈ മൗത്ത് ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ഫ്രം മൈ ഹാർട്ട്. ഇത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അടുത്തത് എന്തൊക്കെയാണ് വരുന്നത്? 19-ാം വാക്യം എങ്ങനെയെന്നാൽ, ദുഷ്ചിന്ത, എനി ഈവിൽ തോട്ട്. ഒരു ദുഷ്ടചിന്ത വരുന്നെങ്കിൽ അതെവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. അടുത്തത് കൊലപാതകം. കൊലപാതകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു കത്തി എടുത്തൊരുത്തനെ കുത്തിയാലേ കൊലപാതകം നടക്കുന്നുള്ളൂ, കൊലപാതകനാകുന്നുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ സഹോദരനെ ഞാൻ എന്ത് വിളിച്ചാലാ? യു ഫൂൾ എന്ന് വിളിച്ചാൽ മതി. അടുത്തത് വേറെ എന്തെങ്കിലും വിളിച്ചോ. ഒരു സഹോദരനെ വിളിക്കാൻ പാടില്ലാത്ത എന്ത് വിളിച്ചാലും അത് കൊലപാതകം ചെയ്തതിന് സമമാണ്. അടുത്തത് വ്യഭിചാരം. ഇതും പഴയ നിയമത്തിൽ അത് ആക്ട് ഓഫ് അഡൾട്ടറി ചെയ്തെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനല്ല. കണ്ണുകൊണ്ടുപോലും നമുക്ക് വ്യഭിചാരം ചെയ്യാം. അടുത്തത് പരസംഗം, മോഷണം,
കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ എവിടെ നിന്ന് പുറപ്പെടുന്നു? ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. കണ്ടോ? കർത്താവായ യേശു പറയുക, മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ, ഈ ഐറ്റമൊക്കെ വരുന്നത് എവിടെന്നാ? ഹൃദയത്തിൽ നിന്നാണ്. ഇവിടെയാണ് നമുക്കൊരു കാര്യം ഓർക്കണം. നമുക്കുള്ള ഏറ്റവും ദ ഗ്രേറ്റ് ഫിസീഷ്യൻ ഈസ് എ ഗ്രേറ്റ് കാർഡിയോളജിസ്റ്റ് ഓൾസോ. നമ്മുടെ പരമവൈദ്യനായ കർത്താവ് നമ്മുടെ ഈ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ഹൃദയരോഗ വിദഗ്ധനും കൂടെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മളിപ്പം വന്നിരിക്കുന്നത്, വി ഹാവ് കം ടു ദ ഗ്രേറ്റസ്റ്റ് കാർഡിയോളജിസ്റ്റ്. അങ്ങനെയെങ്കിൽ ആ ഹാർട്ടിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഹൃദയം ഒരു ചെക്കപ്പ് ചെയ്താൽ, ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. ഈ വചനം വെച്ച് കർത്താവ് ഒന്ന് നമ്മളെ ചെക്ക് ചെയ്താൽ പിന്നെ ഒരു ഡോക്ടറെ കണ്ട സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണ്ട. അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അത് നമ്മൾ ഓർക്കണം. കാര്യം സദൃശവാക്യം 15-ാം അധ്യായത്തിൻ്റെ 11 പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. അതിൻ്റെ അർത്ഥം കർത്താവ് ഇരുന്നോട്ട്, സദൃശവാക്യം 15:11 അവൻ നോക്കുമ്പം ഏറ്റവും കൃത്യമായിട്ട് കാണുന്നത് എന്താ? ഇപ്പം ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വരിയിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ നിങ്ങൾ ഇത്രയും വരിയിരിക്കുന്ന കാണാം. പക്ഷേ എൻ്റെ കർത്താവ് മേളിൽ നോക്കുമ്പം ഇത്രയും പേരിരിക്കുന്നതല്ല കാണുന്ന, ഇത്രയും പേരുടെ ഹൃദയം. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന എൻ്റെയും ഹൃദയമാണ് കർത്താവ് കാണുന്നത്. ഞാനീ പറഞ്ഞ പ്രസംഗമല്ല കർത്താവ് കേൾക്കുന്നത്, എൻ്റെ ഹൃദയം കാണുന്നു. അത് ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അല്ലേ? നമ്മുടെ ഹൃദയം നല്ലവണ്ണം കാണുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. അവിടെ ഈ ഹൃദയത്തെ ശരിക്കും പറഞ്ഞാൽ അതിന് വേറൊരു വാക്യം കൂടെ നമുക്ക് എടുക്കാം. അതിൻ്റെ തന്നെ 17:3, സദൃശവാക്യം 17:3 വെള്ളിക്ക് പുടം പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ചുമ്മാ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഒരു സെർച്ച് ലൈറ്റ് വെച്ച് ഒരു ഡോക്ടർ എത്ര ശ്രദ്ധയോടുകൂടി നമ്മളെ ചെക്ക് ചെയ്യുന്നു, അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാമിന് വേണ്ടി ആ ടേബിളിലോട്ട് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി, അല്ലേ, നമ്മൾ കൈയും കാലും ഒക്കെ അങ്ങ് വിട്ടുകൊടുത്തു, പൂർണ്ണമായിട്ട് ശരീരത്തെ ഏൽപ്പിച്ച് അവിടെ ആ ഡോക്ടറെ വിശ്വസിച്ച് കിടക്കുന്ന പോലെ നമ്മളും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഡോക്ടർ, ആ കർത്താവ് നമ്മുടെ ജീവിതത്തിന്, എൻ്റെ ശരീരത്തിനല്ല, എൻ്റെ മുഴുവൻ എൻ്റെ ആത്മാവിനും ദേഹത്തിനും ദഹിക്കും വേണ്ടിയ സകലതും അവൻ ചെയ്തു തരാൻ അവനെന്താ വിശ്വസ്തതയുള്ള ദൈവം തന്നെ. അത് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എബ്രായലേഖന കർത്താവ് പറയുന്നത്. ഹീബ്രൂസ് 4:13, എബ്രായർ 4:13 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മൾ പോകുന്ന ഡോക്ടറുമായിട്ട് നമുക്ക് അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മൾ ഫീസ് കൊടുക്കുന്നു, അയാളുടെ സർവീസ് തരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവുമായിട്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ വേറെയാണ്. എൻ്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കർത്താവ് എൻ്റെ ഹൃദയത്തിലെ എന്തൊക്കെയാണ് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വരെ എന്ത് ചെയ്യും? വിവേചിക്കുന്ന കർത്താവാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, 1:23. യാക്കോബ് 1:23, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അതിൻ്റെ അർത്ഥം കണ്ണാടി മുമ്പേ വന്ന് നോക്കുന്നു, എന്നിട്ട് അങ്ങ് പോയി മുഖത്ത് കരിയിരിക്കുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്തില്ല. ആലോചിക്കുക, ഇപ്പം ആരെങ്കിലും നിങ്ങളുടെ മുഖത്തോട്ട് എന്താ ഇവിടെ കണ്ടിരിക്കുന്നു, ഉടൻ നിങ്ങൾ ഒറ്റ ഓട്ടം ഓടുക ബാത്റൂമിൽ ചെന്നിട്ട് ആ കണ്ണാടി നോക്കി, എന്ത് പറ്റി? അയ്യോ, ഇതെവിടെ നിന്ന് പറ്റി? ഉടൻ തൂത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ കഴുകിയിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് കയറത്തുള്ളൂ. ശരിയല്ലേ? അപ്പം മുഖത്തല്പം കരി ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് നമ്മൾ കഴുകിക്കളയുമെങ്കിൽ ദൈവവചനത്തിന് മുമ്പിൽ, ഈ മിററിന് മുമ്പിൽ വരുമ്പോഴൊക്കെയും ഈ ദൈവവചനം ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഇരിക്കട്ടെ, അതും ഒരു ഭംഗിയായിരിക്കട്ടെ എന്നപോലെ നമ്മളിത് കൊണ്ടു നടക്കുന്നത് അല്ലേ? നമ്മൾ മുഖത്തെ ഒരു കരിയുണ്ടെങ്കിൽ അപ്പോഴേ നമ്മളത് വൃത്തിയാക്കുമെങ്കിൽ എത്രയധികം ഈ കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോഴൊക്കെയും ദൈവം പലതും കാണിക്കുന്നു. പക്ഷേ നമ്മളിതെല്ലാം കണ്ടേച്ച് ഒന്നും ചെയ്യാതെ മിണ്ടാതങ്ങ് പോകുന്നു. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അവിടെ ശരിക്കും പറഞ്ഞാൽ കർത്താവ്, നേരത്തെ സഹോദരി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യും. പക്ഷേ എൻ്റെ കർത്താവിനെ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു വാക്യം നമുക്ക്
ദാവീദിൻ്റെ വീട്ടിൽ വന്നപ്പം ശമൂവേൽ പ്രവാചകനോട് യഹോവ ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്. 1 ശമൂവേൽ 16:7, 1 സാമുവൽ 16:7. എന്താണെന്നറിയാമോ? അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാനവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് ഈ സഭയിൽ കൂടി വന്നിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളവൻ്റെ മക്കൾ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ കർത്താവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ആരുടെയും മുഖമല്ല, അല്ലേ? നമ്മളീ പറയുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹൃദയത്തെയാണ്. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന നിരൂപണങ്ങൾ, ചിന്തകൾ, എല്ലാം തോട്ട്സ്, ഇതെല്ലാം അവൻ അപ്പോഴപ്പോഴും അറിയുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെയാണ് ശരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. 1 ജോൺ 3:20-21, 1 യോഹന്നാൻ 3:19, 20, 21 വായിക്കാം. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ഹൗ ഡു യു നോ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ് ഓൺ ദറ്റ് സൈഡ് ഓഫ് ദ ട്രൂത്ത്? സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് എങ്ങനെ അറിയാം? ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ, നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്നുള്ളത് എങ്ങനെ അറിയാം? പ്രാർത്ഥിക്കാനിരിക്കുമ്പം, ദൈവസന്നിധി വരുമ്പം എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കരുത്, അല്ലേ? എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണം. ഇപ്പം കാഹളം കേട്ടാൽ ഒരു ടെൻഷനും ഇല്ല എനിക്ക്. എന്താണ്? ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവനോടൊപ്പം ഞാൻ പോവും. ക്രിസ്തുവിൽ മരിച്ചവരാദ്യമായിരിക്കും, പക്ഷേ കൂടെ തന്നെ ഞാനും പോവും. അപ്പം പെട്ടെന്ന് ഇപ്പം അടുത്ത 5 മിനിറ്റിന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമെന്ന് 5 മിനിറ്റ് ഗ്രേസ് ടൈം തന്നു. അടുത്ത 5 മിനിറ്റ് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളിത് വിടുന്നോണ്ട് പാട്ട് പാടിയിരിക്കും. 5 മിനിറ്റ് ഒന്ന് ക്രമീകരിക്കാൻ തന്നാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇവിടെ പെട്ടെന്ന് മുട്ടുകുത്തി ഇവിടെ അങ്ങ് കിടക്കുമെന്നാണ് വിചാരിക്കുന്നത്. വി മേ ഹാവ് ടു സെറ്റ് റൈറ്റ് തിങ്സ്. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ അന്ന് ആ രാജാവിനോട് ദൈവം കൃപ തോന്നി പറഞ്ഞെങ്കിൽ ഇന്ന് എന്നോടും നിങ്ങളോടും, എൻ്റെ മക്കളെ, ദൈവമക്കളെ, ദൈവം പറയുക, എൻ്റെ വരവ്, എൻ്റെ പുത്രൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണവും നിങ്ങൾ ചുറ്റോടെ ചുറ്റ് കാണുമ്പം നിങ്ങളിങ്ങനെ ഇരിക്കേണ്ടവരല്ല. നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ച്, നിങ്ങൾ ഒരുവന് വഴക്കുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് പറഞ്ഞ് തീർത്ത് അതിന് പരിഹാരം വരുത്തി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിപ്പീൻ. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഇനി 19-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം, Psalm 19, 19-ാം സങ്കീർത്തനം 12-ാം വാക്യം, അവിടെ ഒരു വാക്യമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് എറേഴ്സ്? ഇന്ന് നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ തെറ്റുകൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എത്രയൊക്കെ വചനം വായിച്ചാലും എത്രയൊക്കെ പ്രസംഗം കേട്ടാലും ഞാൻ തെറ്റിപ്പോയെന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇതുപോലെ നമ്മളെല്ലാവരും. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാം, അവൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ ആർക്ക് കഴിയും? അടുത്തത്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ. അപ്പം എറേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എറർ വരാം. നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ എററായി, തെറ്റിപ്പോയി, അത് സ്വാഭാവിക. പക്ഷേ അടുത്തത് സീക്രട്ട് ഫോൾസ്. അതെന്താണ്? രഹസ്യ പാപം. അതായത് മറ്റുള്ളവരാരും ഇത് കാണുന്നില്ല, ഞാൻ രഹസ്യമായി ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സീക്രട്ട് ഫോൾസ്. അടുത്തത് 13-ാം വാക്യം വരുമ്പോഴത്തേക്കും, സ്വമേധാഭാവങ്ങളെ അകറ്റി അടിയനെ കാക്ക. സ്വമേധാഭാവം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംപ്ഷ്വസ് സിൻസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കി എത്ര ഐറ്റം ആയെന്ന് നോക്കിയേ. ഒന്ന് തെറ്റ്, എറർ, അത് ചിലപ്പം ആർക്കും വരാം, അല്ലേ? ഒരു തെറ്റ് ആർക്കും വരാം. അടുത്തത് രഹസ്യമായിട്ട് ചെയ്യുന്ന തെറ്റ്. മൂന്നാമത്തത് മനഃപൂർവ്വം ഞാൻ ചെയ്യുന്ന തെറ്റ്. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതൻ. അതിൻ്റെ അർത്ഥം 4ാമതൊരു സാധനം കൂടെ. എന്താണ്? മഹാപാതകവും, ഗ്രേറ്റ് ട്രാൻസ്ഗ്രഷൻ. തുടക്കം എവിടാ? ഒരു തെറ്റ്. അടുത്തത് അത് സീക്രട്ടായിട്ട് ചെയ്തു. അടുത്തത് മനഃപൂർവ്വം, ഇനിയിപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, ഞാനങ്ങ് ധൈര്യമായിട്ടങ്ങ് ചെയ്യുക. അടുത്തത് അത് മഹാപാതകത്തിലേക്ക് അതെന്നെ കൊണ്ടുക. ഇവിടെയാണ് യോവേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഉടുപ്പുകളെയല്ല, വസ്ത്രങ്ങളെയല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറി ഒരു മാനസാന്തരത്തിലേക്ക് വരണം. ഇന്ന് ദൈവത്തിൻ്റെ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ പറയുക, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കീറി
അല്ലേ? അപ്പം നോക്കിയേ, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല. ഇതെന്തെയും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ അങ്ങ് കീറി ഈ വാരിയലുകൾ എന്തെയും സത്യം പറഞ്ഞാൽ കട്ടർ വെച്ചാൽ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഇങ്ങനെ അകത്തി വയ്ക്കും. എന്നിട്ട് ക്ലിപ്പിട്ട് വെച്ചിട്ട് അകത്തെല്ലാം ചെയ്തിട്ട് ഇതിനെല്ലാം തിരിച്ചു പിടിച്ച് വെച്ച് കെട്ടുകമ്പിയിട്ട് ഇങ്ങനെ കെട്ടിയാണ് വയ്ക്കുന്നത്. ഹാർട്ട് സർജറി ചെയ്തിട്ടുള്ളവർക്കറിയാം. ഒരു ദാക്ഷിണ്യവും പിന്നില്ല, കീറിയേ പറ്റൂ. പക്ഷേ ദൈവം എന്ന് പറയാ, അങ്ങനെ കീറുന്നത് നിൻ്റെ ഈ ശരീരമല്ലേ, പക്ഷേ നിൻ്റെ ഹൃദയത്തെ നീ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് കീറിയാൽ, ഒരു മാനസാന്തരം വന്നാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് പറയുന്നു. ഇന്ന് ദൈവസന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര നാൾ നമ്മൾ ഇങ്ങനെയൊക്കെ ദൈവവചനം കേൾക്കുമെന്നൊക്കെ നമുക്ക് അറിയത്തില്ല. മുന്നോട്ടുള്ള കാലങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇന്നാണ് നമ്മുടെ രക്ഷാദിവസം. ഇതൊരു സുപ്രസാദ കാലമാണ്. അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാമോ? അവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരുവീൻ, അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. കണ്ടോ, ഇത് 4 ഉള്ളവനാണ് നമ്മുടെ ദൈവം. ആണ് ധൈര്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. അവിടെ ഏറ്റവും വലിയൊരു കാര്യം യോഹന്നാൻ പറഞ്ഞൊരു കാര്യമാണ്. 1 യോഹന്നാൻ 1:8 പാപമില്ല എന്ന് പറയരുത്. അങ്ങനെ പാപം എനിക്കില്ല എന്ന് പറഞ്ഞാൽ സത്യം എന്നിൽ ഇല്ല, അല്ലേ? ഇവിടെയാണ് ശരിക്കും നമ്മൾ രാവിലെ ചൂടായതുകൊണ്ട് രാവിലെ കുളിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒന്നുകൂടെ കുളിക്കും, ഉറപ്പാണ്. പക്ഷേ അവിടെ ഈ ഒരു വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ വാക്കിൽ അവസാനം നിർത്തുകയാണ്. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 5-ാം വാക്യം ഒന്ന് നോക്കുമ്പം, യോഹന്നാൻ 13:5, യേശു ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഓടിച്ചു വിടുക. 8-ാം വാക്യം, പത്രോസ് പുള്ളിക്ക് ആസ് യൂഷ്വൽ ചാടി അങ്ങ് വീണു. എന്താണ്? നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. 10-ാം വാക്യം, യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ല താനും. നമ്മൾ രാവിലെ കുളിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മൾ ഈ നിലത്തൂടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ, മുറ്റത്തൂടൊക്കെ നടക്കുമ്പോൾ, റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ കാലി ചെളി പറ്റും, പൊടി പറ്റും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ പിന്നെയും വീട്ടിലോട്ട് വന്ന് കയറി ഉടനെ കുളിക്കുമോ? ഇല്ല. പഴയ കാലങ്ങളിലൊക്കെ വീട്ടിലോട്ട് കയറുമ്പോൾ മുറ്റത്തവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അല്ലെ പൈപ്പുണ്ട്, അവിടെ കാല് കഴുകിയിട്ട് ചെരുപ്പ് വെളിയിട്ടിട്ടേ അകത്തോട്ട് കയറത്തുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ അറിയാം, വടക്കേന്ത്യയിലും അങ്ങനെ കാല് കഴുകിയേ വീട്ടിലോട്ട് കയറത്തുള്ളൂ. ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെയും നമ്മുടെ കാലിൽ പറ്റിയിരിക്കുന്ന ചെളി കഴുകി വേണം അവൻ്റെ സന്നിധിയിലേക്ക് വരാൻ. നമ്മൾ കർത്താവ് ഈ പറഞ്ഞ പോലെ നമ്മൾ കുളിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആ കുളിച്ചു എന്നുള്ളതിൻ്റെ ഒരു വേണേൽ വാക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ടേക്കിംഗ് ബാത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് റിഫേഴ്സ് ടു എ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. കർത്താവിനെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ചു, അതെൻ്റെ പൊസിഷനാണ്. പക്ഷേ ഈ കാല് കഴുകിട്ട് അപ്പോഴപ്പോഴും കാല് കഴുകുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ്സ് എ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ. അനുദിനം എൻ്റെ കാലിൽ പെട്ടുന്ന ചെളി ഞാൻ കഴുകിയിട്ട് വേണം ദൈവസന്നിധിയിൽ നിൽക്കാൻ. ആ ചെരുപ്പ് ഞാൻ പുറത്തിട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറിയതുപോലെ അവൻ്റെ വിശുദ്ധ സന്നിധിയിലേക്ക് ചെല്ലുമ്പം കാലിൽ ചെളി കാണരുത്. അവനെന്നെ മുഴുവൻ ശുദ്ധീകരിച്ചു, അതെൻ്റെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനാണ്. പക്ഷേ എൻ്റെ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും ചെളി പറ്റുമ്പം കഴുകി കളഞ്ഞേക്കണം. പാപമില്ലയെന്ന് പറയരുത്, അല്ലേ? നമ്മൾ പറയുന്നത് എന്നോ ഞാൻ കുളിച്ചു അത് മതിയെന്ന അല്ല. സ്നാനത്തിൽ ഈ തൊട്ടിയിൽ ഇറങ്ങി കുളിച്ചു, ശരിയാ, അത് പോരാ. ഇന്ന് ഞാൻ കുളിച്ചോ? ഇന്ന് ഞാൻ എൻ്റെ കാല് കഴുകിയോ? എൻ്റെ ഹൃദയം എൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു? ഈ ഹൃദയം ഞാനൊന്ന് നോക്കിയിട്ട് ഈ അറകളിൽ അടഞ്ഞിരിക്കുന്ന കൊഴുപ്പുകളെല്ലാം ഞാനൊന്ന് എടുത്തു കളയാൻ ശ്രമിച്ചോ? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടെ ചേർന്നൊരു വാക്കും കൂടെ പറയാം. പൊസിഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സ്റ്റേറ്റ്, ഇറ്റ്സ് മൈ സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റാൻഡിങ് ആണ് ആ നീതീകരണം. പക്ഷേ എൻ്റെ കാല് ഞാൻ ചെളി പറ്റുമ്പോഴേക്കും കഴുകുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് അന്ന് കർത്താവ് കഴുകി കാണിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം നോക്കി നമ്മൾ ആ ശുദ്ധീകരണം വരുത്തിക്കോണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ഞാനിന്നിവിടെ നിർത്തുക. ഇന്നിവിടെ വേറെ ഒന്നും നമ്മൾ കേട്ടില്ല. ഹൃദയത്തിൻ്റെ അവസ്ഥയെ പറ്റിയാണ് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടക്കുക, നമ്മുടെ കർത്താവിൻ്റെ മേശയിലേക്ക് പോവില്ല. അതിന് മുമ്പായിട്ട് എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എൻ്റെ സഹോദരനോട് കയ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവ് അത് കാണുന്നു. പക്ഷേ നമ്മൾ അന്യോന്യം കാണുമ്പോൾ ചിരിക്കും, കൈ കൊടുക്കും, കെട്ടിപ്പിടിക്കും, ഒരു കുഴപ്പമില്ലയെന്ന് അങ്ങെല്ലാവരും ചിന്തിക്കും, നമ്മളും ചിന്തിക്കും. പക്ഷേ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ ദുഷ്ചിന്ത വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ ചതിവ് വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഈ പറഞ്ഞ പോലെ
കയ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഭോഷത്വം വെച്ചുകൊണ്ട് നമ്മൾ എത്ര ലിസ്റ്റ് കണ്ടു അല്ലേ? ദുഷ്ടചിന്ത വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ദൈവസനിൽ വന്നിട്ട് ദൈവജനത്തിന് മുമ്പാകെ ആ ദൈവജനത്തിൻ്റെ ആ ടേബിളിൽ, ഓപ്പറേഷൻ ടേബിളിൽ അവൻ നമ്മളെ തുറന്ന് കാട്ടി. ഇനി അവൻ നമ്മളെ ചികിത്സിച്ച് സൗഖ്യമാക്കി വിടാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദ ഗ്രേറ്റ് ഫിസീഷ്യൻ, ദ ഗ്രേറ്റസ്റ്റ് കാർഡിയോളജിസ്റ്റ് ദ വേൾഡ് ഹസ് എവർ നോൺ ഈസ് ക്രൈസ്റ്റ് ജീസസ്. അവൻ്റെ സന്നിധിയിലേക്കാണ് വന്നിരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നപ്പാ. അങ്ങേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകലവും നഗ്നവും മലർന്നവുമായി അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നല്ലോ. അങ്ങയുടെ മുമ്പിൽ സമ്പൂർണ്ണമായി ഞങ്ങളെ, ഈ സംസാരിച്ച അടിയനെ ഉൾപ്പെടെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങൾ സഭയായി അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നല്ല ഹൃദയത്തിൽ ഈ വചനത്തെ ഞങ്ങൾ സംഗ്രഹിച്ച് വരുന്ന ആളുകളിൽ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ, 30, 60, 100 ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെല്ലാവർക്കും ഉടനടിയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.